പുറത്തു നിന്നുള്ള അധികാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ നിങ്ങളെ നയിക്കുന്നുണ്ടോ? അതാണോ യഥാർത്ഥ ആത്മീയത? നമുക്ക് നോക്കാം. സ്പിരിച്വൽ സെൽഫ് റിലയൻസ് ഈസ് ഡയറക്റ്റ് ഇന്നർ അവയർനെസ് ആൻഡ് ഹാർമണി വിത്ത് ലൈഫ്. ആത്മീയ സ്വാശ്രയത്വം മനുഷ്യന്റെ അകത്തും പുറത്തുമുള്ള ജൈവതയോട് നേരിട്ട് ബന്ധം നിലനിർത്തുവാനുള്ള ജീവിയുടെ ബോധശേഷിയാണ് അതിന്റെ ആത്മീയ സ്വാശ്രയത്വം. സാധാരണ ജീവികളിൽ അതിന്റെ സഹജവാസനകളും ചോദനകളും ഈ ബന്ധത്തെ നിലനിർത്തുമ്പോൾ മനുഷ്യനിൽ അവന്റെ യുക്തിയും സംസ്കാരവും വിദ്യയും വ്യവഹാരങ്ങളും ഈ ബന്ധത്തെ വിച്ഛേദിക്കുന്നു. അത് ശരിയായി പുനഃസ്ഥാപിക്കുവാനുള്ള ഒട്ടേറെ വഴികൾ മനുഷ്യകുലം വികസിപ്പിച്ചിട്ടുണ്ട്. അവയിൽ പുറത്തുള്ള അധികാരങ്ങളിലോ അന്ധവിശ്വാസങ്ങളിലോ ആശ്രയിക്കുന്ന അവസ്ഥ ആത്മീയ സ്വാശ്രയത്വമല്ല. പ്രാപഞ്ചിക ജൈവതയിന്മേലുള്ള അവബോധം, അനുഭവം, ശ്രദ്ധ, സ്ഥിരത, വഴക്കം എന്നിവയാണ് ആത്മീയ സ്വാശ്രയത്വത്തിന്റെ പ്രധാന ഘടകങ്ങൾ. ആത്മീയ സ്വാശ്രയത്വം സിദ്ധിക്കുവാനായി സ്ഥിരമായ സ്വാധ്യായം, സത്സംഗം, സേവനം, ശരീര പ്രാണ അധിഷ്ഠിതമായ സാധന എന്നിവ അനുഷ്ഠിക്കണം. ഈ മാർഗം മനുഷ്യനെ ആത്മബോധത്തിലേക്കും തന്റെ നിയതിയിലേക്കും നയിക്കുന്നു. ഉചിതനായ ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തിൽ ശരീരത്തെയും പ്രാണനെയും ആധാരമാക്കിയ സാധനകളിലൂടെ വിച്ഛേദിത ബോധത്തെ ശുദ്ധീകരിക്കുവാനും ഉള്ളിലെ സത്യത്തെ തെളിയിക്കുവാനും കഴിയുന്നു. ഇതിലൂടെ മനുഷ്യൻ പ്രകൃതിയിലെ ജീവതന്ത്രത്തിന്റെ സ്വാഭാവിക ഗതിയോടൊപ്പം സമന്വയത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു. അവനിലെ മൂല്യങ്ങളും ജീവിത ഗുണമേന്മയും ആന്തരിക സമാധാനവും ഉയരുകയും ജീവിതം ലളിതമാകുകയും ജീവിതത്തിന് വ്യക്തമായ അർത്ഥവും ദിശയും ലഭിക്കുകയും ചെയ്യുന്നു. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം നമ്മുടെ ആത്മീയ സ്വാശ്രയത്വം എന്നുള്ള വിഷയത്തിന്മേലാണ്. അപ്പൊ ആത്മം എന്നതുമായിട്ട് സംബന്ധിച്ചതാണ് ആത്മീയത എന്ന് നമുക്കറിയാം. ഒളിമ്പസിന്റെ ഡീപിക്കോളജിക്കൽ ആയിട്ടുള്ള പഠനത്തിൽ എന്താണ് ആത്മം അല്ലെങ്കിൽ ആത്മീയത, പ്രകൃത്യാത്മീയത എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വരുന്നുണ്ട്. നമ്മുടെ ആത്മയാനം എന്നുള്ള പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് എന്താണ് ആത്മം എന്നുള്ളതിനെ കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള ഒരു അറിവ് ലഭിക്കുന്നതാണ്. അപ്പൊ ഇന്ന് ഇവിടെ പറയുന്ന കാര്യം ഇതൊക്കെയാണ്. അതായത് മനുഷ്യന്റെ അകത്തും പുറത്തുമുള്ള ജൈവതയോട് നേരിട്ട് ബന്ധം നിലനിർത്തുവാനുള്ള ജീവിയുടെ ബോധശേഷിയാണ് അതിന്റെ സ്വാശ്രയത്വം, ആത്മീയ സ്വാശ്രയത്വം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, പ്രകൃതിയിൽ എല്ലാം വസ്തുക്കളായിട്ടല്ല, വെറും വസ്തുക്കളായിട്ടല്ല, ഇങ്ങനെ തനിയെ തനിയെ വേർതിരിഞ്ഞല്ല നിൽക്കുന്നത്. എല്ലാം പരസ്പരം ബന്ധിതമായിട്ട് വ്യവസ്ഥകളായിട്ടാണ് നിലനിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ആ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണ്. ഇപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരുപാട് അവയവങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഭൂമി എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്ന വലിയ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ഒരുപാട് ജൈവരാശികൾ, അവയുടെ പ്രവർത്തനങ്ങൾ, ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരേ സമയം ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് അത് തനിയെ പ്രവർത്തിക്കുന്നതായിരിക്കും, മറ്റൊന്നിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ അതിനൊരു ഉയർന്ന വ്യവസ്ഥ ഉണ്ടാകും, അത് ഭാഗമായിട്ടുള്ള ഒരു ഉയർന്ന വ്യവസ്ഥ ഉണ്ടാകും. അതുപോലെ അതിന് ഘടകങ്ങളായിട്ടുള്ള ഉപവ്യവസ്ഥകൾ ഉണ്ടാകും. അതുപോലെ അതിന് ചുറ്റും അതിനെ പോലെ തന്നെയുള്ള മറ്റു വ്യവസ്ഥകളും ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ 3 തരത്തില് ഒരു വ്യവസ്ഥ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇതില് ഈ അതിന്റെ അകത്തെയും പുറത്തെയും അതിന്റെ സഹജീവികളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു വ്യവസ്ഥകളുമായുള്ള ആ ബന്ധം എല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കണക്ട് ചെയ്താണ് നിൽക്കുന്നത്. ഈ ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ജൈവതയുടെ ഒരു കോർ എന്ന് പറയുന്നത്. അപ്പൊ ആ ജൈവതയുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കുക എന്നതാണ് ആത്മീയത അല്ലെങ്കിൽ പ്രകൃതി ആത്മീയത എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്, അങ്ങനെ അല്ലാതെ ഒന്നിനും നിലനിൽപ്പില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ നമ്മുടെ അകത്തും പുറത്തുമുള്ള ആ ജൈവതയോട് നേരിട്ട് ബന്ധം നിലനിർത്താനുള്ള നമ്മുടെ ശേഷി, ബോധശേഷി, എല്ലാം പ്രപഞ്ചത്തിലെല്ലാം ബോധമായിട്ടാണ് നിലനിൽക്കുന്നത്. ആ ബോധത്തിന്റെ പരിണിത രൂപങ്ങളാണ് അല്ലെങ്കിൽ പരിണമിച്ചുണ്ടായ പല രൂപങ്ങളാണ് നമ്മൾ ഈ മുന്നിൽ കാണുന്നത്, നമ്മളും എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ സാധാരണ ജീവികളിൽ അതിലെ അതിന്റെ സഹജവാസനകളും ചോദനകളും ഈ ബന്ധത്തെ നിലനിർത്തുന്നു. സാധാരണ ജീവികൾ നമുക്കറിയാം മനുഷ്യരെ പോലെയല്ല, അല്ലെ? നമ്മളെ പോലെ എല്ലാം യുക്തി കൊണ്ട് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയില്ല.
അല്ലെങ്കിൽ നമുക്ക് അത് അങ്ങനെയല്ല കാണപ്പെടുന്നത്. എല്ലാം അത് എങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത്, എന്തിനാണോ ഉണ്ടായിട്ടുള്ളത്, അത് ആ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ചുറ്റുപാടുമായിട്ടും ഉള്ള ബന്ധം വിച്ഛേദിക്കുന്ന യാതൊന്നും തന്നെ അവിടെ തടസ്സമായിട്ട് വരുന്നില്ല. പക്ഷെ മനുഷ്യരിൽ അങ്ങനെയല്ല. നമ്മുടെ യുക്തിയും സംസ്കാരവും വിദ്യയും വ്യവഹാരങ്ങളും ഈ ബന്ധത്തെ വിച്ഛേദിക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അല്ലെ? നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചിന്ത, അത് നയിക്കുന്ന വികാരങ്ങൾ, അത് നയിക്കുന്ന അതിലൂടെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ പരിസരവുമായിട്ടുള്ള ബന്ധപ്പെടലുകൾ, ഇതിലൊക്കെയും തന്നെ തടസ്സങ്ങളാണുള്ളത്. അപ്പൊ മറ്റു ജീവികളെ അപേക്ഷിച്ച് മനുഷ്യന് ഈ ജൈവതയുമായിട്ടുള്ള ബന്ധം എപ്പോഴും അതിലാണ് അവൻ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ബന്ധത്തിലാണ് ആയിരിക്കുന്നതെങ്കിലും ആ ബന്ധത്തിലാണെന്നുള്ള ബോധം അവന് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ മറ്റു ജീവികളെ അപേക്ഷിച്ച് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ ബന്ധം പുനഃസ്ഥാപിക്കുവാനുള്ള ഒട്ടേറെ വഴികൾ മനുഷ്യകുലം വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യൻ ഈ ബന്ധത്തിലാണ് എന്നുള്ള ശരിയായിട്ടുള്ള ബോധം ഇല്ലെങ്കിലും ഈ ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്, ഈ ബന്ധത്തിലാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ബോധ്യമുണ്ട്. അത് യുക്തിയുടെ തലത്തിലാവാം, അല്ലെങ്കിൽ അനുഭവങ്ങളുടെ തലത്തിലാവാം, ഈ ഒരു ബോധ്യമുണ്ട്. പക്ഷെ അതിലേക്ക് എത്തിച്ചേരാൻ ആ ഒരു ഒട്ടേറെ വഴികൾ ഉണ്ടെങ്കിലും അതിലേക്ക് എത്തിച്ചേരാനുള്ള ദൂരം നമുക്ക് വളരെ വലുതാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോ പുറത്തു നിന്നുള്ള അധികാരങ്ങളിലോ അന്ധവിശ്വാസങ്ങളിലോ ആശ്രയിക്കുന്ന അവസ്ഥ ഒരിക്കലും നമുക്ക് ആത്മീയ സ്വാശ്രയത്വം നൽകുന്നില്ല എന്നുള്ളതാണ്. അതായത് പുറത്താണ് എൻ്റെ എല്ലാ നന്മകളും അല്ലെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളും, എൻ്റെ എല്ലാ ആവശ്യങ്ങളും കിടക്കുന്നത്, എനിക്ക് വേണ്ടതെല്ലാം പുറത്താണ് ഉള്ളത് എന്നുള്ള ഒരു ആശ്രിതത്വം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അകത്ത് നോക്കാതിരിക്കുന്ന അവസ്ഥ ഇപ്പൊ പൊതുവെ എല്ലാ പഠനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കിടക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് നമ്മുടെ അകത്ത് നിന്നാണെന്നുള്ളതാണ്, അല്ലെ? നമ്മുടെ അകത്ത് എന്താണോ അതാണ് പുറത്തു നിന്ന് വേണ്ടത് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അറിവിലേക്ക് എത്തുക. അപ്പൊ അത്തരത്തില് അല്ലാതെ പുറത്തുനിന്ന് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളിലേക്ക് തന്നെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ആത്മീയ സ്വാശ്രയത്വം അല്ല എന്നാണ് പറയുന്നത്. മറിച്ച് പ്രാപഞ്ചിക ജൈവതന്മേലുള്ള അവബോധം. അപ്പൊ എന്താണ് പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം എന്താണ്, അതും നമ്മളും തമ്മിലുള്ളൊരു ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണ്, അതെങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക, അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ആഴത്തിലുള്ള ബോധ്യം നമുക്കുണ്ടാകണം, അവബോധം ഉണ്ടാകണം, അതിനെക്കുറിച്ചുള്ള അനുഭവം ഉണ്ടാകണം. അതെങ്ങനെ അനുഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പ്രകൃതി അനുഭവങ്ങളിലൂടെയാണ് സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പോൾ ആ സൂചനകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്താണ് പ്രകൃതി എന്നോട് പറയുന്നത്, ഞാൻ എന്തിനാണ് ഈ പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ളത്, അതിലേക്ക് എന്നെ നയിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു അനുഭവം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അതിലേക്ക് ചേർക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതുപോലെ ശ്രദ്ധ, എന്താണ് എനിക്ക് ചുറ്റുപാടും എന്റെ ചുറ്റുപാട് നടക്കുന്നത് എന്നുള്ളതിലേക്കുള്ള ശ്രദ്ധ, അതുപോലെ ആ പ്രകൃതിയുമായുള്ള ബന്ധം നിലനിർത്താനുള്ള സ്ഥിരത, വഴക്കം, അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ബോധപരമായിട്ടുള്ള അവസ്ഥ എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ പ്രകൃതിയുമായിട്ട് ചേർന്ന് പോവുക. നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുക. അപ്പൊ ആ പ്രതികരണങ്ങളിൽ വഴക്കം ഉണ്ടെങ്കിൽ ആ വഴക്കം, ഇതൊക്കെയാണ് ആത്മീയ സ്വാശ്രയത്വത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആത്മീയ സ്വാശ്രയത്വം സിദ്ധിക്കുവാനായിട്ട് അപ്പൊ ഈ ഒരു വഴക്കം അല്ലെങ്കിൽ ഈ ഒരു ബോധം അല്ലെങ്കിൽ സ്ഥിരത, ശ്രദ്ധ, ഇതൊക്കെ ഉണ്ടാകുവാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ആദ്യമായിട്ട് പറയുന്ന സ്വാധ്യായം. നമ്മൾ പലതരം പഠനങ്ങളിലൂടെ നമ്മൾ അറിവുകൾ ആർജിക്കുന്നുണ്ട്. പക്ഷെ ആ ആർജിക്കുന്നതിന് അപ്പുറത്തേക്ക് സ്വയം ഒരു ഊളിയിടൽ അല്ലെങ്കിൽ നമ്മൾ ആ അറിവിലേക്ക് സ്വയം ഒരു മുങ്ങിത്താഴലുണ്ടാകും. അതാണ് ഈ സ്വാധ്യായത്തിലൂടെ പറയുന്നത്. അധ്യയനം, നമ്മുടെ സ്വന്തമായിട്ടുള്ള അതിലേക്കുള്ള മുങ്ങിത്താഴൽ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വാധ്യായത്തിലൂടെ നമുക്കിത് നേടിയെടുക്കാം. അതുപോലെ സത്സംഗങ്ങൾ, ഇതുപോലെയുള്ള സത്സംഗങ്ങൾ, ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടായ്മയിലൂടെ, കൂടിച്ചേരലിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. സേവനം ഈ ആത്മീയ ബോധം അല്ലെങ്കിൽ നമ്മുടെ എല്ലാം തമ്മിലുള്ള ആ പരസ്പര ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന്, ആ ബോധ്യപ്പെടൽ നിലനിർത്തുന്നതിനുള്ള ഒരു പ്രധാന ഘടകമാണ്. ആ സേവനത്തിലൂടെ നമുക്ക് അത് നേടിയെടുക്കാം. അതുപോലെ ശരീര പ്രാണ അധിഷ്ഠിതമായ സാധന നമ്മൾ മനസ്സിലാക്കി, ബോധമാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ അതിലൂടെ ഒരുപാട് മാറി അല്ലെങ്കിൽ ശരീരമാണ് എന്നുള്ള ബോധത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ബോധത്തെയും അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള അവസ്ഥയെയും പ്രപഞ്ചത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ പ്രാപഞ്ചിക ചലനശേഷിയാണ് പ്രാണൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രാണനെയും നമ്മുടെ ശരീരത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സാധനകൾ, ഇതെല്ലാം തന്നെ
നമ്മളെ ഈ ഒരു ആത്മീയ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമാണെന്നുള്ളതാണ്. അപ്പൊ ഇതിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഈ മാർഗം മനുഷ്യനെ ആത്മബോധത്തിലേക്കും തന്റെ നിയതിയിലേക്കും നയിക്കുന്നു. അല്ലെ, നമ്മുടെ ഏറ്റവും മൗലികമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ എന്താണ്, എന്താണ് ഇവിടെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ലക്ഷ്യം, അല്ലെങ്കിൽ എൻ്റെ ഇവിടെ ഉണ്ടായിട്ടുള്ളതിന്റെ ഒരു അവസ്ഥ എന്താണ്, ഞാനും ഈ പ്രകൃതിയിലെ ഭാഗമാണെന്ന് നമുക്കറിയാം. പക്ഷെ എന്താണ് എൻ്റെ പങ്ക്, ഇവിടുത്തെ സ്ഥാനം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ആ ഒരു ആത്മബോധം, അതുപോലെ തന്റെ നിയതിയിലേക്ക് ഞാൻ എങ്ങോട്ടാണോ പോകേണ്ടത്, ഏത് ദിശയിലേക്കാണ് ഞാൻ എന്റെ ജീവിതത്തെ കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ എന്റെ ധർമ്മം എന്താണ്, അതിലേക്ക് തന്നെയാണോ ഞാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ആ ഒരു ബോധത്തിലേക്കും നമ്മളെ ഇത് നയിക്കുന്നു എന്നുള്ളതാണ്. ഈ ആത്മീയ സ്വാശ്രയത്വം നമ്മളെ നയിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഇത് നമുക്ക് ലഭിക്കുന്നത് ഉചിതമായ ഒരു ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തിൽ ശരീരത്തെയും പ്രാണനെയും ആധാരമാക്കിയ സാധനകളിലൂടെ വിച്ഛേദിത ബോധത്തെ ശുദ്ധീകരിക്കുവാനും ഉള്ളിലെ സത്യത്തെ തെളിയിക്കുവാനും കഴിയുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മൾ അനുഭവങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ലഭിക്കുന്ന അനുഭവങ്ങളെ കൃത്യമായിട്ട് വേണ്ടുന്ന രീതിയിൽ മനസ്സിലാകാതെ, ബന്ധിപ്പിക്കാതെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഗുരുവിന്റെ ആവശ്യം വരുന്നുണ്ട്. ശരിക്കും പ്രപഞ്ചത്തിൽ എല്ലാത്തിനും എന്താ പറയാ, അതിന്റെ കേന്ദ്രത്തോടുള്ള ഒരു ചേർന്ന് നിൽപ്പ് ഉണ്ട്. ആ ചേർന്ന് നിൽപ്പ് യുക്തിയിലൂടെയോ മറ്റ് ഘടകങ്ങളുടെ സ്വാധീനത്തിലൂടെയോ ഉള്ളത് മനുഷ്യന് മാത്രമാണ്. ആ മാറി നിൽപ്പ് മനുഷ്യന് മാത്രമാണ് ഉള്ളത്. അപ്പൊ ആ മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അവന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന ഘടകമാണ് ഗുരു അല്ലെങ്കിൽ ഗുരുത്വം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഗുരുത്വം എന്ന് പറയുന്നത് നമ്മളെ ഏത് രീതിയിലാണ് നമ്മുടെ വിച്ഛേദിത ബോധത്തെ, പ്രകൃതിയുമായിട്ട് വിച്ഛേദിക്കപ്പെട്ട ബോധത്തെ നമ്മുടെ ശരീരം പ്രാണൻ ഇതുമായിട്ടുള്ള ബന്ധപ്പെടലിലൂടെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടാനുള്ള സാധനങ്ങളിലൂടെയൊക്കെ പ്രകൃതിയുമായിട്ട് ചേർത്ത് നിർത്തി നമ്മുടെ ബോധത്തെ ശുദ്ധീകരിച്ച് എന്താണ് നമ്മുടെ സത്യം അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സത്യം എന്താണെന്ന് വെളിവാക്കി തരുന്ന ഒരു ഘടകമാണ് ഈ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് ഈ ആത്മീയ സ്വാശ്രയത്വത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇതിലൂടെ മനുഷ്യൻ പ്രകൃതിയിലെ ജീവതന്ത്രത്തിന്റെ സ്വാഭാവിക ഗതിയോടൊപ്പം സമന്വയത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഇത്തരം പ്രകൃതിയുമായുള്ള ആഴത്തിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി സാധനങ്ങളിലൂടെ നിരന്തരം ബന്ധം നിലനിർത്തുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ ജീവതന്ത്രത്തിന്റെ സ്വാഭാവിക ഗതി, നമ്മുടെ മറ്റ് വ്യവസ്ഥകൾ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സഹജീവരാശികളോടൊപ്പം എങ്ങനെ ആണ് നമ്മൾ ആ സ്വാഭാവികമായിട്ട് ഒഴുകുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ആത്മീയത ഉണരുക അല്ലെങ്കിൽ ആത്മീയനാവുക എന്ന് പറയുന്ന ഒരു കാര്യത്തെ എന്താണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് അതായത് അവര് മൂല്യത്തെ പിൻപറ്റുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ മൂല്യമുള്ളതായിരിക്കും. മറ്റൊന്നിന്റെ മൂല്യത്തെ മനസ്സിലാക്കി അതിനെ അവഗണിക്കാതെ എപ്പോഴും പരിഗണിച്ചുകൊണ്ട് ജീവിക്കുന്നതായിരിക്കും. അപ്പൊ അത്തരത്തില് എല്ലാത്തിന്റെയും മൂല്യങ്ങള്, നമ്മുടെ അകത്തുള്ള മൂല്യങ്ങളും മറ്റുള്ളതിലെ മൂല്യങ്ങളെയും മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്ന് പറയുന്നതാണ് ഒരു ആത്മീയമായിട്ടുള്ള ജീവിതത്തിന്റെ ഗുണമേന്മ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നു. അതുപോലെ ആന്തരികമായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാകുന്നു. പിന്നെ ഇതെല്ലാം മനസ്സിലാകുന്ന സമയത്ത് നമ്മുടെ ആവശ്യം എന്താണ്, നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാവും. അപ്പൊ അത്തരത്തില് ലളിതമായിട്ടുള്ള ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതുപോലെ ജീവിതത്തിന് വ്യക്തമായിട്ടുള്ള ഒരു അർത്ഥം, കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നു എന്നാണ്. അപ്പൊ ഇതെല്ലാം ചേർന്ന് ഉള്ള അവസ്ഥയാണ് ആത്മീയ സ്വാശ്രയത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആത്മീയ സ്വാശ്രയത്വം ഇപ്പൊ നമുക്ക് ഉണ്ടോ, അപ്പൊ അതിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, എന്തെല്ലാം ബോധ്യപ്പെടലുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്, അതിലൊരു യുക്തനായിട്ടുള്ള ഒരു ഗുരുവിന്റെ ആവശ്യം, ആ ഗുരു നമ്മളെ ജീവിതത്തിന്റെ നീതിയിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥ, ഇതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന നമ്മളിൽ ഉണരുന്ന മൂല്യങ്ങൾ, ജീവിത ബോധ്യങ്ങൾ, അതുപോലെ സമാധാനം, സന്തോഷം, ഇതെല്ലാം നിലനിർത്തി മുന്നോട്ട് പോകുന്ന ആ ജീവിതത്തിന്റെ ലളിതമായിട്ടുള്ള അവസ്ഥ, ഇതാണ് ആത്മീയ സ്വാശ്രയത്വം എന്നതിലൂടെ നമുക്ക് ചുരുക്കമായിട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇത്രയാണ് ഇന്ന് ആത്മീയ സ്വാശ്രയത്വം എന്നതിൽ എന്തെല്ലാം ഘടകങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിലേക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരത്തിലൊരു കാര്യം മനസ്സിലാകുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ആത്മീയ വഴിയിലാണോ പോകുന്നത്, ആ ഒരു സ്വാശ്രയത്വം നമുക്കിപ്പോ ഉണ്ടോ, അത് എങ്ങനെ കൈവരിക്കാം എന്നുള്ളതിലേക്ക് ഒരു ആത്മപരിശോധന നടത്താനും അതുവഴി വ്യക്തമായിട്ടുള്ള ഒരു ആത്മീയ സ്വാശ്രയത്വത്തിലേക്ക് എത്തിച്ചേരാനും എവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.